ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പൊ ഇന്ന് 1-ാം തീയതി ആവും നിങ്ങൾ ഈ വീഡിയോ കാണട്ടോ. അപ്പൊ ഇത് തലേ ദിവസം 31-ാം തീയതി രാത്രി ആയിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആയി തീരട്ടെ 2026. ഈ ഒരു 2025 ചില ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എന്നാൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന 2026 എല്ലാവർക്കും സന്തോഷമുള്ളതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേ ഇന്ന് ന്യൂ ഇയർ, നാളെ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ന്യൂ ഇയർ ദിവസത്തിലാവും ഈ വീഡിയോ കാണുക. ഞാനിത് തലേ ദിവസമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ കുഞ്ഞാണിയൊക്കെ ചിക്കൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് വീട്ടിലെ കാച്ചിലുണ്ടായിരുന്നു, കാവുത്ത് കറിയും. അപ്പോൾ അതാണ് ഇത് സംഭവം. അപ്പോൾ ഇതാണ് നാളത്തെ, അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടാവില്ലേ, നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോ? അപ്പോൾ ഇത് കൂട്ടാനും നല്ല ഉണ്ടാക്കണത് പുഴുങ്ങിയ പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് കളച്ചപ്പോൾ കണ്ടല്ലോ, ഇതാകെ അടിക്ക് ഇങ്ങനെ പോയിന്നു കാവത്ത്. അപ്പോൾ കളച്ച് കുഞ്ഞാണിയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാച്ചിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളക്കണ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിട്ടോ കാച്ചിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാക്കണ കാച്ചിൽ നല്ല പൊടിയുള്ള നല്ല ഈ കാച്ചിലിൻ്റെ പേര് കാവുത്ത് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല ചിക്കൻ കറിയും ഇത് പുഴുങ്ങിയതുമാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ SIR ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. SIR വർക്കാണ് ഞങ്ങൾക്ക് ഈ ജനുവരി 22-ാം തീയതി വരെ ഞങ്ങൾക്ക് അംഗൻവാടിയിൽ പോവണ്ട. അതിൻ്റെ വർക്കാണ്. പണിയോട് പണിയാണ്. അപ്പോൾ എനിക്ക് ഈ 2025 തിരക്കുള്ള വർഷം തന്നെ ആയിരിക്കും, എനിക്കറിയാം. അപ്പോൾ എൻ്റെ SIR വർക്കിൻ്റെ ബുക്കുകൾ ഫോമുകളൊക്കെയാണ് ഈ കാണുന്നത്. ആൾക്കാരെ നമ്പറിൽ വിളിച്ചിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് 152 ആൾക്കാരും പിന്നെ ഒരു 85 ആൾക്കാരും ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണെന്ന്. ലോജിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ഓപ്ഷനുകൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ പേരിൽ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, എൻ്റെ വോട്ടർമാരൊക്കെ ഓരോ വോട്ടർമാരുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും ഞങ്ങൾ പിന്നെ അവിടെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ആളെ വിളിച്ച് അവരോട് പിന്നെ ഈ ഇതിൻ്റെ പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കാരണം ഇപ്പോൾ എൻ്റെ പേരിലാണ് മാറ്റം എന്നുണ്ടെങ്കിൽ, ഫാദറിൻ്റെ നെയിം മാറ്റേണ്ട അറിയണമെങ്കിൽ എനിക്ക് എന്ത് വേണം, എൻ്റെ ഉപ്പാൻ്റെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റോ ആധാറോ ലൈസൻസോ എന്തായാലും വേണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് 1-ഓ 2-ഓ എടുത്ത് അപ്ലോഡ് ചെയ്ത് വിടുന്ന ജോലിയാണ്. നല്ല തിരക്കാണ്. അപ്പോൾ 1-ാം തീയതി എന്ന് പറയണത് എനിക്ക് നല്ല തിരക്കുള്ള 1-ാം തീയതി തന്നെയാണ്. പിന്നെ കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അതിലിടക്ക് നമ്മുടെ വീഡിയോസൊക്കെ അതും വേണമല്ലോ അതിലിടക്ക് നടക്കുക. അപ്പോൾ അതിലിടക്ക് ഇങ്ങനെയുള്ള കുക്കിങ് കാര്യങ്ങൾ. ഇതിപ്പോൾ രാത്രിയാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ കുക്കിങ് ചെയ്യുന്ന ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും അല്ല, കുക്കിങ് ചെയ്യുന്ന ഇടയിലല്ല, SIR വർക്കിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ട് എന്താണോ ഭയങ്കര ക്ഷീണം എഴുതി നോക്കുമ്പോൾ കുഞ്ഞാനേക്കാരുടെ പറഞ്ഞു ഭക്ഷണം എടുത്ത് കഴിച്ചോളി പറഞ്ഞു. കുഞ്ഞാനേക്ക ഭക്ഷണം എടുത്ത് കഴിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയോ, എനിക്ക് വിശന്നിട്ടാണ്. അപ്പോൾ അത്രയും വർക്കാണ് ഞങ്ങൾക്ക് BLOമാരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കുറേ ഞാൻ വോയിസിൽ പറഞ്ഞു എല്ലാവർക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. കമൻറ്റിലൊക്കെ ഓരോന്ന് റിപ്ലൈ തരുമ്പോൾ ഞാൻ അങ്ങോട്ടും റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു 2026 നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വർഷം തന്നെ ആവട്ടെ. അതുകൊണ്ടാണ് ഞാൻ 2025 ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നിങ്ങളോട് എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല. ഇനി ബാഡ് കമൻറ്റ് ഇടുന്നവരോടായാലും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഞാൻ ഈ കാച്ചിൽ പുഴുങ്ങിയതും അതിലേക്കുള്ള ചിക്കൻ കറി ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഇത്രയും ഉണ്ട്. ഇതിങ്ങനെ കഷ്ണം ഇങ്ങനെ വെട്ടിയിട്ട്
കഷ്ണം ഇങ്ങനെ വെട്ടിയിട്ട് അയ്യോ ചാടി ഇങ്ങനെ കഷ്ണങ്ങൾ വെട്ടിയിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യണത്. അപ്പൊ അത് നല്ലതുപോലെ വെന്ത് ഉടയണ കാച്ചിലാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതാ നമുക്കിത് കത്തി മൂർച്ചല്ല. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ കറി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ കാച്ചിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാരും വരി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്പെഷ്യൽ. അപ്പൊ അതാ ചിക്കൻ കഴുകാൻ വെച്ചിട്ടുണ്ട്, കഴുകിയിട്ടില്ല. അതുപോലെ തന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാച്ചിൽ വെള്ളത്തിലിട്ടിക്കണ്, തക്കാളി, ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഈ സാധനങ്ങളൊക്കെ വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നല്ല ചിക്കൻ കറിയും പിന്നെ കാച്ചിൽ പുഴുങ്ങിയതും. ചിക്കൻ കറിക്ക് ഗരം മസാലയൊന്നുമില്ല, അപ്പോൾ കുറച്ച് ഉള്ളൂ. ഇത് കറുകാപ്പട്ടയൊന്നുമില്ല. ഒരു ജാതിക്ക കഷ്ണം, 2 തിപ്പല്ലി, ഇതൊക്കെ ഉള്ളൂ. നമ്മൾ ഇറച്ചിക്ക് ചതക്കണിയിൽ ഇട്ടാൽ മതി. ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കൂലേ ഇങ്ങനെ, അതിൽ എന്ത് ചെയ്യുക, ഇട്ട് അതും കൂടെ ഒന്ന് ചതച്ചു കൊടുക്കുക. ഞാൻ എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഉലുവ നല്ലോണം ഇടും കേട്ടോ. ഉലുവ, കറിവേപ്പില, ഇതൊക്കെ ഇതിൻ്റെ ചിക്കൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയാം. കാച്ചിൽ കപ്പയൊക്കെ ആകുമ്പോൾ ചിക്കനിൽ കുറച്ച് കറിയൊക്കെ വേണം. ചിക്കൻ കറിക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ഈ ചതച്ചതൊക്കെ ഉണ്ടല്ലോ നല്ലോണം കണ്ട് ചതക്കല്ല, അരിങ്ങനെ ഉണ്ട് എടുക്കണം കേട്ടോ. എന്നാലേ ചിക്കൻ കറിക്ക് ഒരു ഗ്രേവി ഒക്കെ ഉണ്ടായിട്ട് വരുള്ളൂ. മസാലയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇട്ട് അങ്ങോട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് വേവിച്ചാൽ ചിക്കൻ കറി റെഡി. ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. കാച്ചിലുണ്ടോ, കാച്ചിൽ വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയാണ് ഇതിന്, കണ്ടോ, വെന്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാം. അതെ, ഇത് ഈ കൂട്ടാനൊക്കെ വെക്കുമല്ലോ, അതിലേറെ നല്ലത് ഇങ്ങനെ പുഴുങ്ങാവും കേട്ടോ. ഉണ്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഞാൻ ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയും കാച്ചിൽ പുഴുങ്ങിയതും ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഒരു കൊമ്പ് വെട്ടിക്കളാം. ഇവിടെ വരുമ്പോ മല മുറ്റമണിയേ വേരി ഇവിടെ ഇരുന്നാള് എനിക്ക് വേരി വരില്ല വരൂല. വണ്ടി പറമ്പിന് കയറും. അല്ലാതെ ഇത് കിട്ടൂല. ദേ അജയ്പോ മാ
ഇടയ്ക്ക് ഈ വണ്ണത്തിലെ പൊയ്ക്കാടിക്ക് ചെറിയ ഇപ്പൊ കാവത്ത് കളക്കണ നോക്കിയിരിക്കോ കോയിന്റെ എന്താ ആദ്യമേ ഞാൻ വടിയിൽ കടിയല്ലോ കേട്ടോ അങ്ങനെ പറഞ്ഞു